ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 6ാം ക്ലാസ്സിലെ കേരള പാഠാവലി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒരു പത്രവാർത്ത നോക്കാം. ആളുകൾക്ക് എലികളുടെ ചിലപ്പും ബഹളം കാരണം അന്യോന്യം വർത്തമാനം പറയാൻ കൂടി വയ്യെന്നായി. അത്രയ്ക്കുണ്ട് ശബ്ദ കോലാഹലം. കൊച്ചു പൈതങ്ങളെ തൊട്ടിലാട്ടുമ്പോൾ 2-3 മൂഷികന്മാരും കൂടി അതിനുള്ളിൽ കയറിയിരുന്ന് ഒപ്പം ഊഞ്ഞാലാടുന്നുണ്ടാവും. എലികളുടെ ശല്യം സഹിക്കവയ്യാതെ വന്നപ്പോൾ ഹാംലിനിലെ മേയർ എലി ശല്യം തീർക്കുന്നവർക്ക് പാരിതോഷികം പ്രഖ്യാപിച്ചു. ഈ വിവരം പിറ്റേ ദിവസത്തെ പത്രത്തിൽ വാർത്തയായത് വന്നത് എങ്ങനെയാവാം? പത്രവാർത്ത തയ്യാറാക്കുക. അടുത്ത ചോദ്യം, ചുവടെ തന്നിട്ടുള്ള കൂട്ടത്തിൽ നിന്ന് ശരിയായ പദം എടുത്തെഴുതുക. ശിഥിലം, ശിഥിലം, ശിഥിലം. ഇപ്പോൾ 3 ശിഥിലം തന്നിട്ടുണ്ട്. അതിൽ താഴേക്കാണ് വ്യത്യാസം. ഈ ശിഥിലാണ് കറക്റ്റ് ശരിയായ ഉത്തരം. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. പത്രവാർത്ത തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം ഒരു ഹെഡിങ് കൊടുക്കണം. കുറച്ച് ബോൾഡാക്കുക, കുറച്ച് കറുപ്പിച്ചിട്ടൊക്കെ എഴുതാം. അപ്പോൾ നമുക്കിവിടെ എന്ത് ഹെഡിങ് കൊടുക്കാം? കുട്ടികൾ അപ്രത്യക്ഷരായി. പിന്നെ സ്ഥലത്തിൻ്റെ പേര് നമ്മൾ എഴുതണം. ഇവിടെ നിങ്ങൾ വേണമെങ്കിൽ ഒരു പത്രത്തിൻ്റെ പേര് അധികം എഴുതാം. ഒരു പത്രത്തിൻ്റെ പേര് എഴുതുക. പിന്നെ ഹെഡ്ലൈൻ കൊടുക്കുക, കുട്ടികൾ അപ്രത്യക്ഷരായി. പിന്നെ നമ്മൾ സ്ഥലത്തിൻ്റെ പേരെഴുതണം. പത്രം ഇത് സംഭവം നടക്കുന്ന എവിടെയാണെന്ന് നമ്മൾ എഴുതണം. നമ്മൾ സംഭവം നടക്കുന്ന ഹാംലിനാണ്. പട്ടണത്തിലെ കുട്ടികൾ കൂട്ടത്തോടെ അപ്രത്യക്ഷരായതിൽ അമ്പരപ്പ് വിട്ടുമാറാതെ കരയുകയാണ് ഹാംലിൻ നിവാസികൾ. അപ്പോൾ പട്ടണത്തിലെ കുട്ടികൾ കൂട്ടത്തോടെ അപ്രത്യക്ഷരായി. അതിൽ അമ്പരപ്പ് വിട്ടുമാറാതെ കരയുകയാണ് ഹാംലിൻ നിവാസികൾ. പട്ടണത്തിലെ എലിശല്യം ഇല്ലാതാക്കാൻ എത്തിയ കുഴലൂത്തുകാരനാണ് കുട്ടികളെയും കൊണ്ട് കടന്നു കളഞ്ഞതെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തി. എലികളെ നശിപ്പിച്ച കുഴലൂത്തുകാരന് വാഗ്ദാനം ചെയ്ത പ്രതിഫലം മേയർ നൽകാത്തതിൻ്റെ പ്രതികാരമെന്നോണം അയാൾ കുട്ടികളെയും കൊണ്ട് കടന്നു കളഞ്ഞതാണെന്ന വാർത്തയും പ്രചരിക്കുന്നുണ്ട്. കുട്ടിയുടെ ശബ്ദം ഉയർന്നു കേട്ടിരുന്ന ഹാംലിൻ പട്ടണത്തിൽ അവർ ഇല്ലാതായതോടെ അമ്മമാരുടെ തേങ്ങലുകളാണ് ഉയർന്നു കേൾക്കുന്നത്. അപ്പോൾ നമ്മളൊരു പത്രവാർത്തയാണ് ഇവിടെ നോക്കിയത്. ഇനി നമുക്ക് പ്രവർത്തനം 2 ഒരു പ്രസംഗം നോക്കാം. സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി പുരോഗമനപരമായ അനേകം കാര്യങ്ങൾ ചെയ്തിട്ടുള്ളവരാണല്ലോ നമ്മുടെ സാമൂഹ്യ പരിഷ്കർത്താക്കൾ. അവരിൽ ചിലർ നൽകിയ സംഭാവനയെക്കുറിച്ചുള്ള സൂചനകളാണ് ചുവടെ ചേർത്തിട്ടുള്ളത്. വക്കം അബ്ദുൽ ഖാദർ മൗലവിയെക്കുറിച്ചുള്ള വിവരണമാണ്. കേരളത്തിലെ സാമൂഹിക പരിഷ്കർത്താവ്, സ്വാതന്ത്ര്യ സമര പോരാളി, പ്രമുഖ പണ്ഡിതൻ. 1965 സ്വദേശാഭിമാനി പത്രം ആരംഭിച്ചു. ഇനി അയ്യങ്കാളിയെക്കുറിച്ചാണ്. അവർണ വിഭാഗങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിച്ചു. ജാതി ചിന്തയ്ക്കെതിരായി പ്രവർത്തിച്ചു. വിദ്യാഭ്യാസത്തിലൂടെ സാമൂഹ്യ സ്വാതന്ത്ര്യത്തിലേക്ക് എത്തുക. അപ്പം ചട്ടമ്പി സ്വാമികളെ കുറിച്ചുള്ള വിവരണവും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ചോദ്യം ഇതാണ്: ഒരു കെട്ടുകല്യാണം എന്ന പാഠഭാഗത്തിലൂടെ നിങ്ങൾക്ക് ലഭിച്ച ആശയങ്ങൾ കൂടി ഉൾപ്പെടുത്തി നമ്മുടെ സാമൂഹ്യ പരിഷ്കർത്താക്കൾ എന്ന വിഷയത്തിൽ ഒരു പ്രസംഗം തയ്യാറാക്കുക. അപ്പോൾ നമ്മൾ ഇവിടെ നമ്മുടെ സാമൂഹ്യ പരിഷ്കർത്താക്കൾ എന്നതാണ് നമ്മുടെ പ്രസംഗ വിഷയം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ എന്താണ് ചെയ്യേണ്ടത്? ആദ്യം തന്നെ അഭിസംബോധനയാണ് ചെയ്യേണ്ടത്. ബഹുമാന്യ ഗുരുജനങ്ങളെ, പ്രിയ സഹപാഠികളെ. അത് കഴിഞ്ഞിട്ട് അടുത്ത ലൈനിലാണ് എന്തെഴുതേണ്ടത്? സമൂഹത്തിൻ്റെ നന്മയ്ക്കായി ജീവിതം ഒഴിഞ്ഞുവെച്ചവരാണ് മഹാന്മാർ. സമൂഹത്തിൻ്റെ നന്മയ്ക്കായി ജീവിതം ഒഴിഞ്ഞുവെച്ചവരാണ് മഹാന്മാർ. അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും കൊടികുത്തി വാണിരുന്ന കാലത്ത് സമൂഹത്തെ നവോത്ഥാനത്തിലേക്ക് നയിക്കാൻ അവർ അക്ഷീണം പരിശ്രമിച്ചു. സ്വന്തം ജീവിതം തന്നെയായിരുന്നു അവരുടെ സന്ദേശം. ജാതീയവും മതപരവുമായ അസമത്വങ്ങളെ പടിപടിയായ മാറ്റങ്ങളിലൂടെ അവർ നിർത്തലാക്കി. ശ്രീനാരായണ ഗുരുവും അയ്യങ്കാളിയും വക്കം അബ്ദുൽ ഖാദറും സഹോദരൻ അയ്യപ്പനുമെല്ലാം നമ്മുടെ വഴിവിളക്കുകളാണ്. അവർണ വിഭാഗങ്ങളുടെ ഉന്നമനത്തിനു വേണ്ടി പ്രവർത്തിച്ച മഹാത്മാവാണ് അയ്യങ്കാളി. ജാതി മേൽക്കോയ്മയ്ക്കും തീണ്ടലിനും തൊടിലിനുമെതിരെ അദ്ദേഹം ശബ്ദമുയർത്തി. വിദ്യാഭ്യാസം നേടി സ്വാതന്ത്ര്യത്തിലേക്ക് വളരാൻ അതിനായി പോരാടാൻ ജനങ്ങളോട് ആഹ്വാനം ചെയ്തു അദ്ദേഹം. പണ്ഡിതനും സ്വാതന്ത്ര്യസമര പോരാളിയുമായ വക്കം അബ്ദുൽ ഖാദർ മൗലവി സ്വദേശാഭിമാനി എന്ന പത്രത്തിലൂടെ ജനങ്ങളുടെ ദേശാഭിമാനം വളർത്തി. സാമൂഹ്യ പുരോഗതിയിലേക്കുള്ള വഴി തുറന്നു. സമൂഹത്തെ പരിഷ്കരണത്തിലൂടെ നേരായ വഴിക്ക് നയിച്ച ഈ മഹാന്മാരെല്ലാം സമൂഹത്തിലെ പ്രകാശ സ്രോതസ്സുകളാണ്. ഇവരുടെ വാക്കുകൾ നമുക്കും പ്രചോദനമാകട്ടെ. കാലാനുസൃതമായ മാറ്റങ്ങൾക്കായി സമൂഹത്തെ ഉന്നതിയിലേക്ക് നയിക്കാൻ ഈ മഹാന്മാരുടെ ആശയങ്ങൾ നമുക്ക് വെളിച്ചം പകരട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. നന്ദി, നമസ്കാരം. ഓക്കെ, അപ്പോൾ നമ്മളൊരു പ്രസംഗമാണ് ഇവിടെ നോക്കിയത്. ഇനി നമുക്ക് ഒരു ആസ്വാദനക്കുറിപ്പാണ്
പുഞ്ചിരി തൂകുന്ന ഉഷസ്സും പൂവണിഞ്ഞ വനിയും പൂഞ്ചിറകു വിടർത്തുന്ന കിളികളും ഉൾപ്പെടുന്ന പ്രകൃതി നമ്മെ ഓരോ വേവലാതിയിലും സമാശ്വസിപ്പിക്കുമെന്ന സന്തോഷമാണല്ലോ സാധ്യമെന്ത് എന്ന കവിത. പ്രകൃതി ഭംഗിയുടെ മറ്റൊരു കവിത നോക്കൂ. കവിതക്ക് ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കൂ. അപ്പോൾ സാധ്യമെന്ത് എന്ന കവിത എന്തിനെ കുറിച്ചാണ്? പുഞ്ചിരി തൂകുന്ന ഉഷസ്സും പൂവണിഞ്ഞ വനിയും പൂഞ്ചിറക് വിടർത്തുന്ന കിളികളും ഉൾപ്പെടുന്ന പ്രകൃതി നമ്മെ ഓരോ വിഷമത്തിലും ആശ്വസിപ്പിക്കുന്നു എന്ന സന്ദേശമാണ്. ഇനി വേറൊരു കവിതയ്ക്ക് ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കാനാണ്. മാനത്തെത്തിയ മഴവിൽ കൊടിയെ മായരുതേ നീ മായരുതേ, നീരത പാളിക തോളിൽ ഉയർത്തിയ നീലപ്പീലി കവടിയെ, ഇന്നലെ രാത്രി വെൺതിങ്കൾ കല നിന്നു മയങ്ങിയ മലമൂടിൽ വരളും മണ്ണിന് ദാഹം തീർക്കാൻ വാർമഴവില്ലേ നീ വന്നു, പായലു പൂത്ത് കിടന്നൊരു നീല കായലിനിടയെ നീരാടി നീലപ്പീലി കാവടിയെ, ഇന്നലെ രാത്രി വെണ്ണ തിങ്കൾക്കല നിന്നു മയങ്ങിയ മലമൂടിൽ വരളും മണ്ണിന് ദാഹം തീർക്കാൻ വാർമഴവില്ലേ നീ വന്നു, പായലു പൂത്ത് കിടന്നൊരു നീല കാലിനടുത്ത് നിന്നലെ നീരാടി, ഈറൻ ചേലയുടുത്ത് നിശീതിന് കയറിയിറങ്ങിയ പടവുകളിൽ കടലിൻ കരലിൻ നെടുവീർപ്പുകളുടെ കവിത വിടർത്തു മഴവില്ലേ, മായരുതേ നീ മായരുതേ മാനത്തെത്തിയ കുളിരല്. വരാർ രാമവർമ്മയുടെ വരികളാണ്. അപ്പം നീരന്നു എന്ന് പറഞ്ഞ മേഘം നമുക്കറിയാത്ത പദങ്ങളുടെ അർത്ഥമൊക്കെ ഇവിടെ. നനഞ്ഞത് എന്ന പദത്തിന് സമാന അർത്ഥമുള്ള പദം കവിതയിൽ നിന്ന് തിരഞ്ഞെടുക്കുക. അപ്പം നനഞ്ഞത് എന്ന പദത്തിന് സമാനമായിട്ടുള്ള പദം എന്താണ്? ഈറൻ എന്നാണ്. ഈറൻ. ഓക്കെ, ഈറൻ എന്ന പദമാണ് സമാന. ഈറൻ ചെലയുടുത്ത് നനഞ്ഞത് എന്നർത്ഥം വരുന്നത് ഈറനാണ്. അതേപോലെ തന്നെ നമുക്കതിൻ്റെ ആസ്വാദനക്കുറിപ്പ് ഒന്ന് നോക്കാം. പ്രകൃതിയിലെ മനോഹര കാഴ്ചയായ മഴവില്ലിനെ വർണ്ണിക്കുകയാണ് മഴവില്ലേ നീ മായരുതേ എന്ന കവിതയിൽ വയലാർ. അപ്പോൾ നമുക്ക് ആസ്വാദനക്കുറിപ്പ് ഇതല്ലെങ്കിൽ വേറൊരു കവിതയായിരിക്കാം. അപ്പോൾ നമ്മൾ ആരാണ് എഴുതിയത്, ആ ഒരു പോയത്തിൻ്റെ പദ്യത്തിൻ്റെ ആശയം എന്താണ്? ഇപ്പോൾ ഇവിടെ വർണ്ണിക്കുന്നത് എന്തിനെയാണ്? മഴവില്ലിനെയാണല്ലേ. മഴവില്ലേ നീ മായരുതേ എന്നാണ്. അപ്പം മഴവില്ലിനെ പ്രകീർത്തിക്കുകയാണ് ഈ കവിതയിൽ. മാനത്തെത്തിയ മഴവില്ലിനോട് മായരുതേ എന്ന് അപേക്ഷിക്കുകയാണ് കവി. മേഘപാളികൾ തോളിലേറ്റിയ പീലി കാവടി എന്നാണ് കവി മഴവില്ലിനെ വിശേഷിപ്പിക്കുന്നത്. തലേ ദിവസം ചന്ദ്രൻ പ്രകാശിച്ചു നിന്ന ആകാശത്ത് ഇന്ന് മഴമേഘങ്ങളാണ്. വരണ്ടുണങ്ങിയ മണ്ണിന് ദാഹം തീർക്കാനാണ് മഴവില്ലും തോളിലേറ്റി മഴമേഘം വന്നിരിക്കുന്നത്. പായൽ പൂത്ത് നിറഞ്ഞ കായലിലെ കുന്നോളങ്ങളിൽ നീരാടി നനഞ്ഞ ചേലയെടുത്ത് എത്തിയ രാത്രി കയറിയിറങ്ങിപ്പോയ പടവുകളിൽ കടലിൻ്റെ കരളിൽ നെടുവീർപ്പുകളുടെ കവിത വിടർത്തുകയാണ് മഴവില്ല്. മനോഹാരിതയുടെ സത്താണത്. ആ മഴവില്ലിനോടാണ് കവി മായരുതേ എന്ന് അപേക്ഷിക്കുന്നത്. ഇനി അടുത്ത പ്രവർത്തനം 4 അഭിപ്രായക്കുറിപ്പാണ്. ഓ അത് കളിപ്പിച്ചത് എന്ന് ഒരുത്തൻ പറഞ്ഞു. പപ്പു കളത്തി മുങ്ങിയ കിണറ്റിലെ നീരത്തുള്ളൂ. അത് മറ്റൊരുവൻ്റെ അഭിപ്രായമാണ്. ആ വാദപ്രതിവാദം പെൺകുട്ടിയുടെ ശ്രദ്ധയെ ആകർഷിച്ചു. അവളുടെ മനസ്സിലും അങ്ങനെ ഒരു വാദം നടക്കുന്നുണ്ട്. അടുത്തു നിന്ന ചെറുപ്പക്കാരനോട് അവൾ ചോദിച്ചു, നീ അറിയോ അയാളെ? അറിയാം, പറഞ്ഞ പോലെ ചെയ്യുന്നവനാണ്. പപ്പുവിനെ കുറിച്ചുള്ള വ്യത്യസ്ത അഭിപ്രായങ്ങളാണ് കണ്ടത്. പപ്പു എന്ന കഥാപാത്രത്തെ വിലയിരുത്തുമ്പോൾ ഇതിൽ ഏത് അഭിപ്രായത്താണ് നിങ്ങൾക്ക് യോജിക്കാനാവുക? അതിനുള്ള കാരണം ഉൾക്കൊള്ളിച്ച് അഭിപ്രായക്കുറിപ്പ് തയ്യാറാക്കാനാണ്. അപ്പോൾ പപ്പുവിൻ്റെ ഓരോ സവിശേഷതകളാണ്. കളിപ്പിക്കുന്ന ആളാണ്, പപ്പു കുളത്തി മുങ്ങിയ കിണറ്റിലെ നീരത്തുള്ളൂ, അങ്ങനെ ഓരോരുത്തരും ഓരോ രീതിയിൽ അഭിപ്രായം പറയാണ്. അപ്പോൾ നമ്മുടെ അഭിപ്രായക്കുറിപ്പ് എഴുതാനാണ്. പപ്പു വാക്കു പാലിക്കുന്നവനാണ് എന്ന ചെറുപ്പക്കാരൻ്റെ അഭിപ്രായത്തോടാണ് യോജിക്കാൻ കഴിയുന്നത്. കാരണം യാത്രക്കാരനോട് വാക്കു പാലിക്കാൻ പപ്പുവിനുള്ള ശ്രദ്ധ പെൺകുട്ടിയോട് വാക്കു പാലിക്കുന്ന കാര്യത്തിലുമുണ്ട്. പപ്പുവിൻ്റെ റിക്ഷയിൽ കയറിയ യാത്രക്കാരനെ കൃത്യസമയത്ത് റെയിൽവേ സ്റ്റേഷനിൽ എത്തിക്കാമെന്ന് പപ്പു വാക്കു കൊടുക്കുന്നു. ആ വാക്കു പാലിക്കുന്നതിന് വേണ്ടി യാത്രക്കാരനെയും കൊണ്ട് പപ്പു റെയിൽവേ സ്റ്റേഷനിലേക്ക് ഓടുന്ന സംഭവം അയാളുടെ സ്വഭാവത്തിലേക്ക് വെളിച്ചം വീശുന്നുണ്ട്. ഈ ഓട്ടത്തിനിടയിൽ തൻ്റെ അശ്രദ്ധ മൂലമാണ് പെൺകുട്ടി റിക്ഷ തട്ടി വീണത് എന്നതിൽ അയാൾക്ക് വിഷമവുമുണ്ട്. പെൺകുട്ടിയുടെ അടുത്തേക്ക് തിരിച്ചു വരുമെന്ന് ഉറപ്പ് കൊടുത്ത പപ്പു ആദ്യം യാത്രക്കാരന് കൊടുത്ത വാക്ക് പാലിക്കാനാണ് ശ്രമിക്കുന്നത്. പപ്പു തിരിച്ചു വരുമെന്ന് പറയുന്നവരും പപ്പുവിനെ വിശ്വസിക്കരുതെന്ന് പറയുന്നവരും കുട്ടികളുടെ കൂട്ടത്തിലുണ്ട്. എന്നാൽ പപ്പു വാക്കു പാലിക്കുന്നവനാണെന്ന് തെളിയിക്കുന്നതാണ് അയാളുടെ പ്രവൃത്തികൾ. അയാൾ തിരിച്ചു വന്നതും പെൺകുട്ടിക്ക് നഷ്ടപ്പെട്ട സാധനങ്ങൾ വാങ്ങി നൽകിയതും അതിന് തെളിവാണ്. ഇനി നമുക്ക് അടുത്തത് ഒരു ഡയറി എഴുതി നോക്കാം. ചോദ്യം ഇതാണ്. രാവിലെ അച്ഛൻ്റെ കൂടെ ഞാനും അനിയനും ചേർത്തലയ്ക്ക് പോയി. വൈക്കത്ത് നിന്ന് ബോട്ടിലാണ് പോയത്. ബോട്ട് യാത്ര വല്ലാത്തൊരു അനുഭവം തന്നെ.
ബോട്ട് യാത്ര നടത്തിയ കുട്ടി അവളുടെ ഡയറി എഴുതി തുടങ്ങിയത് എങ്ങനെയാണ്? പുഴ എന്ന് ലേഖനം ചെയ്ത NP മുഹമ്മദ് അദ്ദേഹത്തിൻ്റെ ഡയറിയിൽ കല്ലായി പുഴയെക്കുറിച്ച് കുറിച്ചിട്ടത് എന്തൊക്കെയായിരിക്കും? ഡയറി എഴുതുക. അപ്പോൾ നമ്മൾ ഡയറി എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഡിസംബർ 29 ഞായർ, നമ്മുടെ ഒരു ഡേറ്റും ദിവസത്തിൻ്റെ പേരും എഴുതുക. രാവിലെ 9 മണി ഞാനും കൂട്ടുകാരനും നടന്ന് കല്ലായി പുഴക്കരയ്ക്കിലെത്തി. കുറച്ചകലെയായി അഴിമുഖം കണ്ടു. തീരത്തായി മരപ്പാണ്ടിക ശാലകൾ, പുഴക്കരയിൽ നിരനിരയായി മരയട്ടികൾ, ചുറ്റും ചതുപ്പു നിലങ്ങളാണ്. എൻ്റെ പ്രായത്തിലുള്ള ആൺകുട്ടികളും പെൺകുട്ടികളും കട്ടപ്പാറകളും കൊട്ടയുമായി മുതിർന്നവർക്കൊപ്പം ജോലി ചെയ്യുന്നു. അവർക്ക് അക്ഷരം വേണ്ട, വേണ്ടത് ഭക്ഷണം. അവരുടെ പാട്ടും കേട്ടാണ് നദിയിലിറങ്ങിയത്. പുഴയിലെ വെള്ളത്തിൽ മുങ്ങിക്കുടിച്ചു. അപ്പോഴാണ് മനസ്സിലായത് പുഴയിലൂടെ ഒഴുകുന്നത് ഉപ്പവെള്ളമാണെന്ന്. ഏറെ നേരം കഴിഞ്ഞു കരയിൽ കയറി. അടുത്തുള്ള തടിമില്ലുകളുടെ അരികിൽ മരപ്പൊടി കൂട്ടിയിരിക്കുന്നു. അവ കൊട്ടയിൽ നിറച്ച് തലച്ചുമടായി കൊണ്ടുപോയി വിൽക്കുന്ന ബാല്യത്തോട് വിട പറയുന്ന ചെറുപ്പക്കാരുടെ സംഘം മുന്നിലോട്ട് പോകുന്നു. സമയം ഏറെ വൈകി, വിശപ്പും കടുക്കുന്നു. താമസിയാതെ മടക്കയാത്ര തുടങ്ങി. അപ്പോൾ ഒരു ഡയറി എഴുതുമ്പോൾ അതിൻ്റെ ചില രീതികളുണ്ട്. ആദ്യം നമ്മൾ എന്തെഴുതണം? പ്രധാനമായിട്ടും തീയതി എഴുതാൻ മറക്കരുത്. ഇനി നമുക്ക് അടുത്തത് ഒരു ഉപന്യാസമാണ്. എന്താണ് ഉപന്യാസം നോക്കാം. ഒഴുകുന്നു മന്ദമൻ ഗ്രാമത്തിൽ ഇപ്പോഴും പുഴയെന്ന പേരുള്ള ഒരു ഓമനത്തം, ഒരു കൊച്ചു നീരൊഴുക്കുന്നതല്ല ഒന്നല്ലേറെ പുരധാനം ശീതോപചാരശീലം. 1000 പാദസരങ്ങൾ കിഴുങ്ങി ആലുവ പുഴ പിന്നെയും ഒഴുകി. ഒരു കാലത്ത് പുഴയുടെ മഹത്വം പാടി നടക്കാത്ത കവികൾ ഇല്ലായിരുന്നു. എന്നാൽ ഇന്നോ എല്ലാവരും പറയുന്നത് പുഴ മലിനീകരണത്തെക്കുറിച്ചാണ്. ചില പത്രവാർത്തകൾ ശ്രദ്ധിക്കൂ. തിരൂരങ്ങാടി കടലുണ്ടിപ്പുഴയിലെ പാലത്തിങ്ങൽ ഭാഗത്ത് പുഴ മലിനമാകുന്ന പ്രവർത്തനങ്ങൾ. മറ്റൊരു വാർത്തയാണ് പുഴ മലിനീകരണം ജനപ്രതിനിധികൾ കാസർഗോഡ് സന്ദർശിച്ചു. പുഴ മലിനീകരണം കർശന നടപടിയെടുക്കുമെന്ന് ആൻറ്റി കറപ്ഷൻ ബ്യൂറോ. പ്രകൃതിഭാവങ്ങൾ എന്ന യൂണിറ്റിൽ നിന്നും നിങ്ങൾ വായിച്ചറിഞ്ഞ ആശയങ്ങൾ കൂടി ഉൾപ്പെടുത്തി പുഴ മലിനീകരണവും സംരക്ഷണ മാർഗവും എന്ന വിഷയത്തിൽ ഉപന്യാസം തയ്യാറാക്കാനാണ്. ഉപന്യാസം എഴുതാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് ഒരു ഹെഡിങ്, അതായത് തന്നിരിക്കുന്ന വിഷയം ഏതാണോ, ഇവിടെ വിഷയം ഏതാണ്? പുഴ മലിനീകരണവും സംരക്ഷണ മാർഗവുമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഉപന്യാസം നോക്കാം. ഭൂമിയിൽ ജീവൻ നിലനിർത്തുന്ന പ്രധാന ഘടകങ്ങളാണ് വായുവും വെള്ളവും ഭക്ഷണവും. ഇവയുടെ അഭാവത്തിൽ മനുഷ്യൻ എന്നല്ല ഒരു ജീവിക്കും നിലനിൽക്കാനാവില്ല. ആധുനിക കാലത്ത് മനുഷ്യനാകട്ടെ പുരോഗതിയുടെയും വികസനത്തിൻ്റെയും പേരിൽ നമ്മുടെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാക്കുന്ന രീതിയിലാണ് പ്രവർത്തിച്ചു വരുന്നത്. എന്നാൽ അതിൽ പ്രധാനം നമ്മുടെ ജലസ്രോതസ്സുകൾ വ്യാപകമായി നശിപ്പിക്കുന്നു എന്നതാണ്. ദൈവത്തിൻ്റെ സ്വന്തം നാടെന്ന് വിശേഷിപ്പിക്കാറുള്ള കേരളം കായലുകളും നദികളും തോടുകളും വയലുകളും മലകളും കൊണ്ട് മനോഹരവും സമ്പന്നവുമാണ്. ഇതുപോലെ കടലിൻ്റെ സാമീപ്യവും ഈ രീതിയിൽ മനോഹരമായ നമ്മുടെ നാട്ടിലെ പുഴകൾ ഇന്ന് മാലിന്യ കൂമ്പാരങ്ങളായി നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അവ സംരക്ഷിക്കേണ്ടതും അത്യാവശ്യമാണ്. സാക്ഷരതയിലും ശാസ്ത്ര സാങ്കേതിക മേഖലയിലും വളരെയേറെ മുന്നേറിയ നാം നദികളും കായലുകളും തോടുകളും ഉൾപ്പെടെയുള്ള ജലാശയങ്ങളെ സംരക്ഷിക്കാൻ മുന്നിട്ടിറങ്ങേണ്ടതാണ്. അതിനായി ചെയ്യേണ്ടത് പുഴയിലേക്ക് മാലിന്യങ്ങൾ ഒഴുക്കിവിടുന്നത് അടിയന്തിരമായി അവസാനിപ്പിക്കണം. അതിനാവശ്യമായ ജനകീയ ഇടപെടലുകൾ വേണം. നദീതീരം കയ്യേറി കെട്ടി ഉയർത്തിയിട്ടുള്ള ഫ്ലാറ്റുകളും റിസോർട്ടുകളും നീക്കം ചെയ്യണം. ഇത്തരം കയ്യേറ്റങ്ങൾ അവസാനിപ്പിക്കണം. ഇവ ഉത്തമ പൗരബോധമുള്ള ഒരു വ്യക്തിയുടെ ചുമതലയായി കണ്ട് കൂട്ടായി പ്രയത്നിച്ചാൽ നമ്മുടെ പുഴകളെ മലിനീകരണത്തിൽ നിന്ന് സംരക്ഷിക്കാൻ കഴിയും. അപ്പോൾ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ്, ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ മുഴുവൻ പ്രവർത്തനങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഉപന്യാസം, പ്രസംഗം, അതേപോലെ ഒരു ഡയറി കുറിപ്പ്, അതേപോലെ ഒരു പപ്പുവിൻ്റെ കഥാപാത്ര നിരൂപണം, അതിനോട് അത്ര തന്നെ ഇല്ലെങ്കിലും അത് പ്രതികരണക്കുറിപ്പാണ്. എന്നാലും കുറേ പപ്പുവിൻ്റെ സവിശേഷതകളാണ് നമ്മളിവിടെ വിശദീകരിച്ചത്. അതേപോലെ തന്നെ നമ്മൾ ഒരു പ്രസംഗം, അതേപോലെ പത്രവാർത്ത, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. കേരള പാഠാവലിയുമായി ബന്ധപ്പെട്ട ഒരുപാട് വീഡിയോസ് നമ്മൾ ഈ ഓൺലൈൻ ക്ലാസ് എന്ന ഈ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഈ വർഷം അപ്ലോഡ് ചെയ്തല്ല, കഴിഞ്ഞ മുൻ വർഷങ്ങളിൽ നടക്കുന്ന എല്ലാ കേരള പാഠാവലി ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെയും ആൻസർ സഹിതം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കൂട്ടുകാർ അതൊക്കെ റെഫർ ചെയ്യുക. ക്ലാസ് 6 ആനുവൽ എക്സാം എന്ന പ്ലേലിസ്റ്റ് നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്കത് മനസ്സിലാവും. താങ്ക് യു ഫോർ